നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്തിന് ഏറെ ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുനിന്ന് വരുന്നത്. അതായത് ഇന്ത്യയുടെ ഒരു യുദ്ധവിമാനം ഇപ്പോൾ നഷ്ടമായിരിക്കുകയാണ്, അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. അതിലുള്ള ഒരു പൈലറ്റ് മരണപ്പെട്ടിരിക്കുന്നു. ഒരുപാട് ആശങ്കകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. കാരണം 2001 മുതൽ 2024 വരെ ഒരു അപകടം പോലും വരുത്താതെ പറന്നു എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ള തേജസ് അങ്ങനെ ഒരു യുദ്ധവിമാനമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ എന്താണ് അപകട കാരണം എന്നതിനെ കുറിച്ചുള്ള പഠനങ്ങൾ, അന്വേഷണങ്ങൾ അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ദുബായ് എയർ ഷോയ്ക്കിടെയാണ് ഇന്ത്യൻ യുദ്ധവിമാനം തകർന്നു വീണ് വലിയൊരു അപകടം തന്നെ ഉണ്ടാകുകയും പൈലറ്റിന് വീരമൃത്യു സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത്. ദുബായ് അൽ മക്തൂം വിമാനത്താവളത്തിനരികെയായിരുന്നു എയർ ഷോ നടന്നത്. അവിടെ വെച്ചാണ് അപകടം. എയർ ഷോയുടെ ഭാഗമായിട്ടുള്ള അഭ്യാസ പ്രകടനത്തിനിടെ വിമാനം നിയന്ത്രണം വിട്ട് താഴേക്ക് പതിച്ചു എന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. അപകടത്തിന്റെ കാരണം എന്ത് എന്നത് വ്യക്തമല്ല. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഇതുവരെ യാതൊരു തരത്തിലുള്ള അപകടത്തിലും പെടാത്ത ഒരു യുദ്ധവിമാനമാണ് ഇത്തരത്തിൽ അപകടത്തിൽ പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും താഴെ വീണ് തേജസ് യുദ്ധവിമാനം പൊട്ടിത്തെറിക്കുന്നതായിട്ടുള്ള വീഡിയോ സഹിതമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രാദേശിക സമയം ഏകദേശം 3:30 ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അൽ മക്തൂം വിമാനത്താവളത്തിനടുത്ത് വെച്ചാണ് അപകടം സംഭവിച്ചത്. ദുബായ് എയർ ഷോ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട്. അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യ. എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഉടൻ തന്നെ കണ്ടെത്തണം എന്നുള്ള നിർദ്ദേശം വന്നു കഴിഞ്ഞു. ഒരു ഇന്ത്യൻ യുദ്ധവിമാനം തകർന്നു എന്ന് പറയുമ്പോൾ അത് വളരെ വലിയൊരു ആശങ്കയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചു നിൽക്കുന്നത്. എന്തായാലും ഒരുപാട് ആത്മാഭിമാനത്തോടെ ഇന്ത്യ കണ്ടിരുന്ന ഒരു യുദ്ധവിമാനം തന്നെയാണ് ഈ പറയുന്ന തേജസ് എന്ന് പറയുന്നത്. തേജസിന്റെ കൂടുതൽ വിവരങ്ങൾ എന്ന് പറയുന്നത് കൂടെ നോക്കാം. അതേസമയം 2024 വരെ യാതൊരു തരത്തിലുള്ള അപകടങ്ങളും സംഭവിക്കാതിരുന്ന ഈ യുദ്ധവിമാനം ഏകദേശം 2024 മാർച്ചിലാണ് രാജസ്ഥാനിലെ ജയ്സാൽമറിൽ വെച്ച് ഒരു അപകടം, യുദ്ധവിമാനം തകർന്നു വീണുന്ന ഒരു സംഭവം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. 2001 ആദ്യ പരീക്ഷണ പറക്കലിന് ശേഷം വിമാനത്തിന്റെ 23 വർഷത്തെ ചരിത്രത്തെ ആദ്യ അപകടമായിട്ടാണ് അത് രജിസ്റ്റർ ചെയ്തത്. അപകടത്തിൽ അന്ന് പൈലറ്റ് രക്ഷപ്പെട്ടു. പക്ഷേ ഇപ്പോൾ നിർഭാഗ്യവശാൽ പൈലറ്റ് കൂടെ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. എന്തായാലും തേജസ് യുദ്ധവിമാനങ്ങളുടെ പ്രത്യേകത എന്താണ് എന്നതിലേക്ക് നോക്കാം. അതായത് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തും അഭിമാനവും തദ്ദേശീയമായി വികസിപ്പിച്ച ലഘു യുദ്ധവിമാനവുമാണ് തേജസ്. ഏറ്റവും ഭാരം കുറഞ്ഞതും ചെറുതുമായിട്ടുള്ള സൂപ്പർസോണിക് കോമ്പാറ്റ് എയർക്രാഫ്റ്റുകളിൽ ഒന്നായിരുന്നു ഇത് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷത. 2001 ആദ്യമായി ചിറകു വിരിച്ച ഈ ചുണക്കുട്ടി ഇന്ന് ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ ഒഴിവാക്കാനാവാത്ത സാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എയർ ഷോയിൽ വ്യോമാഭ്യാസം നടത്തുന്നതിനിടെ ഇന്ത്യയുടെ തേജസ് തകർന്നു വീണു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഞെട്ടലിൽ തന്നെയാണ് ജനങ്ങൾ. ഒറ്റ എഞ്ചിനുള്ള ഈ കോമ്പാറ്റ് യുദ്ധവിമാനം ഹിന്ദുസ്ഥാൻ എയറോട്ടിക്സൽസിന്റെ ലിമിറ്റഡ്, അതായത് HAL നിർമ്മിച്ചതാണ് എന്നുള്ളതാണ്. DRDOയുടെ കീഴിലുള്ള എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ് ഈ വിമാനം രൂപകൽപ്പന ചെയ്തത്. HF-24 മാരിന് ശേഷം HAL വികസിപ്പിച്ച രണ്ടാമത്തെ സൂപ്പർസോണിക് വിമാനം എന്ന ഖ്യാതിയും തേജസിനുണ്ട്. നീണ്ട പരീക്ഷണ പറക്കലുകൾക്കും സാങ്കേതിക പരിശോധനകൾക്കും ശേഷം തന്നെയാണ് 2015 തേജസ് ഔദ്യോഗികമായിട്ട് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായിട്ട് മാറിയത്. വ്യോമസേനയുടെ ആധുനികവൽക്കരണത്തിന് നിർണായക കാൽവെപ്പ് തന്നെയായിരുന്നു തേജസ്. 2016 ആദ്യ തേജസ് സ്ക്വാഡ്രൺ പ്രവർത്തനക്ഷമമായി തുടങ്ങി. ഫ്ലൈയിങ് ഡാഗേഴ്സ് എന്നറിയപ്പെടുന്ന 45-ാം നമ്പർ സ്ക്വാഡാണ് തേജസിനെ ആദ്യമായിട്ട് നെഞ്ചിലേറ്റുന്നത്. തുടർന്ന് 18-ാം നമ്പർ സ്ക്വാഡനായ ഫ്ലൈയിങ് ബുള്ളറ്റ്സിനും തേജസിനെ സ്വന്തമാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ വമ്പന്മാരായിട്ടുള്ള വിദേശ യുദ്ധവിമാനങ്ങളോട് കിട പിടിക്കുന്ന തരത്തിൽ തന്നെയാണ് തേജസ് ഉണ്ടായിരുന്നത്. ഭാരം കുറഞ്ഞ കാർബൺ ഫൈബർ കോമ്പോസിറ്റ് ബോഡി, അതുപോലെ തന്നെ അത്യാധുനിക ക്യാഡുപ്ലെക്സ് ഡിജിറ്റൽ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം,
മൈക്രോ പ്രോസസർ, നിയന്ത്രിത യൂട്ടിലിറ്റി കൺട്രോളർ എന്നിവ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അമേരിക്കൻ നിർമ്മിത G4041 എഞ്ചിനായിരുന്നു തേജസിന് കരുത്തേകിയിരുന്നത്. ആകാശത്ത് വച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാനുള്ള ശേഷി അടക്കമുള്ള രാത്രികാലങ്ങളിലെ ആക്രമണത്തിന് ശേഷിയുള്ള ഒരു കുഞ്ഞൻ വിമാനം എന്നുള്ള സവിശേഷതയായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ശത്രുവിന്റെ റാഡറുകൾക്ക് എളുപ്പത്തിൽ പിടികൊടുക്കാത്ത തക്കത്തിൽ ഘടനകളും തേജസിനെ അപകടകാരിയായിട്ടുള്ള പോരാളിയാക്കി മാറ്റിയിരുന്നു. തേജസിന്റെ ഏറ്റവും വലിയ സവിശേഷതകളിൽ മറ്റൊന്ന് അതിന്റെ മികച്ച സുരക്ഷാ റെക്കോർഡറാണ്. വികസിപ്പിച്ച ഘട്ടം മുതൽ തന്നെ നീണ്ട 23 വർഷത്തോളം, അതായത് ഏകദേശം 2001 മുതൽ 24 മാർച്ച് വരെ ഒരു അപകടം പോലും വരുത്താത്ത പറന്ന ഒരു റെക്കോർഡായിട്ട് ഇതിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 4000-ലേറെ തവണ പരീക്ഷണ പറക്കൽ നടത്തിയിട്ടും സാങ്കേതിക തകരാറുകളുടെ കാര്യമായിട്ടൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത്. 2024 മാർച്ചിലാണ് ആദ്യമായിട്ട് ജയ്സാൽമറിൽ വെച്ചിട്ട് ഒരു അപകടം സംഭവിക്കുന്നത്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള വിമാനങ്ങളുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒന്നായിരുന്നു തേജസ്. ഇത് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് മികവിന്റെ തെളിവായിട്ടും കണക്കാക്കപ്പെട്ടിരുന്നു. കാലത്തിനൊത്ത് മാറാനും തേജസിനെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. നിലവിലുള്ള തേജസ് മാർക്ക് 1-നേക്കാൾ പ്രഹരശേഷിയും സാങ്കേതികതവുമുള്ള തേജസ് മാർക്ക് 1A പതിപ്പുകൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇത്തരത്തിലൊരു അപകടം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ വിജയ മാതൃക കൂടിയായിട്ട് തേജസിനെ കണക്കാക്കിയിട്ടുണ്ട്. തദ്ദേശീയമായി നിർമ്മിച്ച വിമാനം എന്നതിലുപരി രാജ്യാന്തര വിപണിയിലും തേജസ് ശ്രദ്ധയാകർഷിച്ചിരുന്നു. വരും കാലങ്ങളിൽ ഇന്ത്യൻ ആകാശത്തിന്റെ കാവൽക്കാരൻ മാത്രമല്ല, ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിലെ പ്രധാന താരം കൂടെയായി തേജസ് മാറും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴാണ് ഇതുവരെ ഉണ്ടാകാത്ത ഒരു സംഭവം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. തേജസ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നു, അതിലുള്ള പൈലറ്റ് മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. യാതൊരു തരത്തിലുള്ള അപകടങ്ങളിലും പെടാതെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു യുദ്ധവിമാനം എന്ന് കണക്കുകൂട്ടിയിരുന്ന തേജസിന് ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടാകാൻ അല്ലെങ്കിൽ സ്ഫോടനം ഉണ്ടാകാനുള്ള ഒരു കാരണം എന്താണ് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം ഉടൻ തന്നെ ആരംഭിക്കും എന്നുള്ളതാണ് വിവരം. എന്തായാലും വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതിലെ പൈലറ്റ് മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്.